ഹായ് എവരിവൺ, PSC റാങ്ക് ഹോൾഡർ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. 2022 നടന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ കാറ്റഗറി കോഡ് 394/2019 ആയിരുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇമാറ്റിനിബ് യൂസ്ഡ് ഇൻ ട്രീറ്റ്മെൻറ്റ് ഓഫ് CML ഈസ് എ. ഇത് PSCൻ്റെ പ്രൊവിഷണൽ ആൻസർ കീയാണ്. അപ്പോൾ ഇമാറ്റിനിബ് യൂസ്ഡ് ഇൻ ട്രീറ്റ്മെൻറ്റ് ഓഫ് CML എന്ന് പറയുന്നത് തൈറോസിൻ കൈനേസ് ഇൻഹിബിറ്ററാണ്. എന്താണ്? തൈറോസിൻ കൈനേസ് ഇൻഹിബിറ്റർ ആണ്. വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് എ ടൈപ്പ് ഓഫ് GM2 ഗാംഗ്ലിയോസിഡോസിസ്. വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് എ ടൈപ്പ് ഓഫ് GM2 ഗാംഗ്ലിയോസിഡോസിസ്. ഇവിടെ കറക്റ്റ് ഓപ്ഷൻ വരുന്നുള്ളത് ഓപ്ഷൻ സി ആയിട്ടുള്ള ടേ-സാക്സ് ഡിസീസ് ആണ്. ടേ-സാക്സ് ഡിസീസ്. നെക്സ്റ്റ്, ദ മെറ്റൽ അയോൺ പ്രസൻറ്റ് ഇൻ ദ ആക്റ്റീവ് സൈറ്റ് ഓഫ് കാർബോണിക് അൻഹൈഡ്രേസ് എൻസൈം. സോ ഏത് മെറ്റൽ അയോൺ ആണ് കാർബോണിക് അൻഹൈഡ്രേസ് എൻസൈമിൻ്റെ ആക്റ്റീവ് സൈറ്റിൽ പ്രസൻ്റ് ആയിരിക്കുന്നത്? സിങ്ക് ആണ്. ഓക്കെ, സിങ്ക് 2+. സോ മെറ്റൽ അയോൺ കാർബോണിക് അൻഹൈഡ്രേസ് എൻസൈം ചോദിച്ചിട്ടുണ്ടെങ്കിൽ സിങ്ക് 2+. നെക്സ്റ്റ്, methotrexate is a structural analog of folic acid. Target of this drug in chemotherapy. അപ്പോൾ എന്താണ് methotrexate എന്ന് പറയുന്നത് ഫോലിക് ആസിഡിൻ്റെ ഒരു സ്ട്രക്ചറൽ അനലോഗാണ്. ടാർഗറ്റ് ഓഫ് ദിസ് ഡ്രഗ് ഇൻ കീമോതെറാപ്പി. കീമോതെറാപ്പീൻ്റെ അതിൻ്റെ ഡ്രഗ് എന്താണ് ടാർഗറ്റായിട്ട് വരുന്നുള്ളത്? ഡൈഹൈഡ്രോഫോലേറ്റ് റിഡക്റ്റേസ് ആണ്. എന്താണ്? ഡൈഹൈഡ്രോഫോലേറ്റ് റിഡക്റ്റേസ്. Exposure to organophosphorus insecticides can be determined by measuring the level of which enzyme. എന്താണ്? എക്സ്പോഷർ ടു ഓർഗാനോഫോസ്ഫറസ് ഇൻസെക്ടിസൈഡ്സ് ആണ്. ഏത് എൻസൈമാണ്? അസറ്റൈൽ കോലിൻ എസ്റ്ററേസ് ആണ്. സോ അസറ്റൈൽ കോലിൻ എസ്റ്ററേസ് ആണ് എക്സ്പോഷർ ടു ഓർഗാനോഫോസ്ഫറസ് ഇൻസെക്ടിസൈഡ്സ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് കേഷാൻ ഡിസീസ് എന്ന് പറയുന്നത് ഒരു എൻഡമിക് കാർഡിയോമയോപ്പതി is an endemic cardiomyopathy due to the deficiency of എന്താണ്? സെലീനിയം ആണ്. കേഷൻ ഡിസീസ് എന്ന് പറയുമ്പോൾ സെലീനിയം ഓർത്ത് വെക്കുക കേട്ടോ. കേഷൻ ഡിസീസ് സെലീനിയം. നെക്സ്റ്റ്, സൈക്ലോപെൻറ്റനോ പെർഹൈഡ്രോഫിനാന്ത്രീൻ. എന്താണ്? സൈക്ലോപെൻറ്റനോ പെർഹൈഡ്രോഫിനാന്ത്രീൻ റിംഗ് സ്ട്രക്ചർ ഈസ് പ്രസൻറ്റ് ഇൻ കൊളസ്ട്രോൾ. അപ്പോൾ കൊളസ്ട്രോളിനകത്ത് പ്രസൻ്റ് ആയിരിക്കുന്ന ഒരു റിംഗ് സ്ട്രക്ചറാണ് സൈക്ലോപെൻറ്റനോ പെർഹൈഡ്രോഫിനാന്ത്രീൻ. പഠിച്ചു വെക്കാം. RNA ഇൻഡ്യൂസ്ഡ് സൈലൻസിങ് കോംപ്ലക്സ്. അപ്പോൾ RISCൻ്റെ ഫുൾ ഫോം കൂടി പഠിച്ചു വെക്കുക. RNA ഇൻഡ്യൂസ്ഡ് സൈലൻസിങ് കോംപ്ലക്സ് ഈസ് ഇൻവോൾവ് ഇൻ ഓൾ എക്സെപ്റ്റ്. അപ്പോൾ അത് ഏതിലൊക്കെയാണ് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്? ജീൻ സൈലൻസിങ്ങിൽ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്, RNA ഇൻ്റർഫറൻസിൽ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്, ഡീഗ്രഡേഷൻ ഓഫ് ടാർഗറ്റ് mRNAയിലും അത് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ റെപ്ലിക്കേഷൻ്റെ കേസിൽ അത് വരുന്നില്ല. അപ്പോൾ ജീൻ സൈലൻസിങ്, RNA ഇൻ്റർഫറൻസ്, ഡീഗ്രഡേഷൻ ഓഫ് ടാർഗറ്റ് mRNA. നെക്സ്റ്റ്, സെൽവെഗർ സിൻഡ്രോം എഫക്ട്സ്. ഏതാണ്? പെറോക്സിസോംസിനെയാണ്. ഓക്കെ, സെൽവെഗർ സിൻഡ്രോം എഫക്റ്റ് ചെയ്യുന്നത് പെറോക്സിസോംസിനെയാണ്. മ്യൂട്ടാർ റൊട്ടേഷൻ ഈസ് അക്സെപ്റ്റഡ് ബൈ ഓൾ എക്സെപ്റ്റ്. അപ്പോൾ മ്യൂട്ടാർ റൊട്ടേഷൻ നമുക്ക് ഗ്ലൂക്കോസിൽ കാണാൻ പറ്റും, ഫ്രക്ടോസിലുണ്ട്, അതുപോലെ തന്നെ മാൾട്ടോസിലുണ്ട്. പക്ഷേ എന്തിലില്ല? സൂക്രോസിലില്ല. സോ മ്യൂട്ടാർ റൊട്ടേഷൻ എന്ന് പറയുന്നത് ഏതിലില്ല? സൂക്രോസിലില്ല, ഗ്ലൂക്കോസിലും ഫ്രക്ടോസിലും മാൾട്ടോസിലൊക്കെ ഉണ്ട്. പഠിച്ചു വെക്കാം. നെക്സ്റ്റ്, അസറ്റൈൽ കോയെ കാർബോക്സിലേസ് ബിലോങ്സ് ടു വിച്ച് മേജർ ക്ലാസ് ഓഫ് എൻസൈംസ്. അപ്പോൾ അസറ്റൈൽ കോയെ കാർബോക്സിലേസ് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പിൽ ഏത് ക്ലാസ്സിലാണ് പെടുക? ലിഗേസസിലാണ്. ഓക്കെ, ആ മേജർ ക്ലാസ്സസ് ഒക്കെ പഠിച്ചു വെക്കാം. അതിനകത്ത് ലിഗേസിനകത്താണ് അസറ്റൈൽ കോയെ കാർബോക്സിലേസ് വരുന്നത്. പിക്ക് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ടേഴ്സ്. അപ്പോൾ ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ടേഴ്സിനെ കുറിച്ചുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് പിക്ക് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് മാത്രം നമുക്ക് പഠിച്ചു വെക്കാം. ഇവിടെ വരുന്നില്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ, GLUT2 uptake ഗ്ലൂക്കോസ് ഓൺലി ഇൻ ടൈംസ് ഓഫ് പ്ലെൻറ്റി ആൻഡ് ഈസ് പ്രസൻറ്റ് ഇൻ ലിവർ ആൻഡ് പാൻക്രിയാസ്. അപ്പോൾ GLUT2 uptake ഗ്ലൂക്കോസ് ഓൺലി ഇൻ ടൈംസ് ഓഫ് പ്ലെൻറ്റി ആൻഡ് ഈസ് പ്രസൻറ്റ് ഇൻ ലിവർ ആൻഡ് പാൻക്രിയാസ്. ആ ഓപ്ഷൻ കറക്റ്റാണ്. അതുപോലെ തന്നെ GLUT2 ഗ്ലൂക്കോസിൻ്റെ അപ്ടേക്കിന് വേണ്ടിയിട്ടാണ്, GLUT5 ആണെങ്കിൽ ഫ്രക്ടോസിൻ്റെ അപ്ടേക്കിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ രണ്ട് ഓപ്ഷനും കറക്റ്റാണ്. അപ്പോൾ ബോത്ത് 1 and 2 ആണ് കറക്റ്റായിട്ട് വരിക. അപ്പോൾ അത് രണ്ട് മാത്രം പഠിച്ചു വെക്കാം. നെക്സ്റ്റ്, വൈറ്റമിൻസ് ഇൻവോൾവ് ഇൻ 1 കാർബൺ മെറ്റബോളിസം. അപ്പോൾ ഏതൊക്കെയാണ്? ഫോലേറ്റ് ഉണ്ട്, വൈറ്റമിൻ B12 ഉണ്ട്, B6 ഉണ്ട്. ഈ വൈറ്റമിൻസ് ഒക്കെ 1 കാർബൺ മെറ്റബോളിസത്തിനകത്ത് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. വൈറ്റമിൻ B12, B6, ഫോലേറ്റ്. ഓക്കെ. Question number 14. Which of the following statements are true about 260-280 ratio? ഇതിനകത്ത് ഏതൊക്കെയാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്, അത് മാത്രം പഠിച്ചു നോക്കാം. എ റേഷ്യോ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ 2.0. 2 is generally accepted as pure for RNA
അതുപോലെ തന്നെ മൂന്നാമത്തെ ഓപ്ഷനകത്ത് റേഷ്യോ ഓഫ് 1.8 ഈസ് ജനറലി ആക്സെപ്റ്റഡ് ആസ് പ്യുവർ ഫോർ DNA. അപ്പോൾ DNA കേസിൽ 1.8ഉം RNA കേസിൽ 2 ആണ് കറക്റ്റായിട്ട് വരുന്നുള്ളത്. അത് രണ്ട് മാത്രമാണ് ഇവിടെ കറക്റ്റ് ഉള്ളത്. പഠിച്ചു നോക്കാം. Question 15. Absence of alpha L iduronidase enzyme in lysosome leads to the accumulation of dermatan sulfate വരുന്നുണ്ട്, അതുപോലെ തന്നെ heparan sulfateും വരുന്നുണ്ട്. ഓക്കെ, ആബ്സെൻസ് ഓഫ് ആൽഫ എൽ ഇഡ്യൂറോണിഡേസ് എൻസൈം, അതിനകത്ത് എന്താണ് അക്യുമുലേഷൻ ഓഫ് ഡെർമാറ്റനും അതുപോലെ തന്നെ ഹെപ്പാരൻ സൾഫേറ്റും. അപ്പോൾ ഇതിൻ്റെയൊക്കെ മോണോമേഴ്സ് ഒന്ന് പഠിച്ചു വെക്കാം കേട്ടോ. ഇതൊക്കെ പോളിസാക്കറൈഡ്സ് ആണല്ലോ, അപ്പോൾ ഇതിൻ്റെ മോണോമേഴ്സ് ഒന്ന് ജസ്റ്റ് റെഫർ ചെയ്ത് വെക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 16. 4O ബീറ്റ ഡി ഗ്ലൂക്കോപൈറനോസിൽ ബീറ്റ ഡി ഗ്ലൈക്കോപൈറനോസ് ഈസ് കോമൺലി നോൺ ആസ് സെല്ലോബയോസ്. അപ്പോൾ സെല്ലോബയോസും അതുപോലെ തന്നെ ഐസോമാൾട്ടസൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ എന്താണ് നെയിമാണ് ബീറ്റ ഡി ഗ്ലൂക്കോപൈറനോസിൽ ബീറ്റ ഡി ഗ്ലൂക്കോപൈറനോസ് എന്ന് പറയുന്നത് എന്തിൻ്റെയാണ്? സെല്ലോബയോസിൻ്റെയാണ്. നെക്സ്റ്റ്, കാൽസിറ്റോണിൻ ഈസ് എ ഡാഷ് ഹോർമോൺ. എന്താണ്? പെപ്റ്റൈഡ് ഹോർമോണാണ്. ഓക്കെ, നമ്മുടെ FSOൻ്റെ കേസിൽ ചോദിച്ചിരുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഈ കാൽസിറ്റോണിൻ. അപ്പോൾ കാൽസിറ്റോണിൻ എന്താണ്? പെപ്റ്റൈഡ് ഹോർമോണാണ്. ഓൾ ആർ ട്രൂ വിത്ത് റെസ്പെക്ട് ടു LDL എക്സെപ്റ്റ്. അപ്പോൾ നമുക്ക് LDLൻ്റെ ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് മാത്രം പഠിച്ചു വെക്കാം. LDL ട്രാൻസ്പോർട്ട് കൊളസ്ട്രോൾ ഫ്രം ലിവർ ടു പെരിഫറൽ ടിഷ്യൂസ്. അല്ലെ, LDL എന്ന് പറഞ്ഞാൽ എന്താണ് ചെയ്യുന്നത്? കൊളസ്ട്രോളിനെ ലിവറിൽ നിന്ന് പെരിഫറൽ ടിഷ്യൂസിലോട്ട് ട്രാൻസ്ഫറാണ് ചെയ്യുന്നുള്ളത്. അതുകൊണ്ട് നമ്മളതിനെ ബാഡ് കൊളസ്ട്രോൾ എന്ന് പറയുന്നു. HDLനെയാണ് ഗുഡ് കൊളസ്ട്രോൾ എന്നറിയപ്പെടുന്നത്. നെക്സ്റ്റ്, ApoB100 ഈസ് ദ മെയിൻ അപ്പോപ്രോട്ടീൻ പ്രസൻറ്റ് ഇൻ LDL. LDLനകത്ത് പ്രസൻ്റ് ആയിരിക്കുന്ന മെയിൻ അപ്പോപ്രോട്ടീനാണ് ApoB100 എന്ന് പറയുന്നത്. LDL ഈസ് ആൻ അത്തിറോജനിക് ലിപ്പോപ്രോട്ടീൻ. LDL ഒരു അത്തിറോജനിക് ലിപ്പോപ്രോട്ടീനാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കറക്റ്റാണ്. പക്ഷേ ഓപ്ഷൻ എ റോങ് ആയിട്ട് വരും. അവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ A1 ഈസ് ദ മെയിൻ അപ്പോപ്രോട്ടീൻ പ്രസൻറ്റ് ഇൻ LDL എന്നാണ്. അതല്ല, അപ്പോൾ B100 ആണ് മെയിൻ ആയിട്ടുള്ള അപ്പോപ്രോട്ടീൻ. അത് നമ്മൾ കറക്റ്റ് പഠിച്ചു. പിക്ക് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇതിനകത്ത് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത് ഓപ്ഷൻ ബി ആണ്. അത് മാത്രം പഠിച്ചു വെക്കാം. ട്യൂമർ സപ്രസർ ജീൻ പ്രൊഡക്ട്സ് ക്യാൻ ഇൻഹിബിറ്റ് സെൽ സൈക്കിൾ. ട്യൂമർ സപ്രസർ ജീൻ പ്രൊഡക്ട്സിന് എന്താണ്? സെൽ സൈക്കിളിനെ ഇൻഹിബിറ്റ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. എ റേഷ്യോ ഓഫ് നൈട്രജൻ ഇൻകോപ്പറേറ്റഡ് ഇൻ ടു ദ ബോഡി ഓവർ നൈട്രജൻ അബ്സോർബ്ഡ് ഗിവ്സ് എ മെഷർ ഓഫ്. അപ്പോൾ നൈട്രജൻ ഇൻകോപ്പറേറ്റഡ് ഇൻ ടു ദ ബോഡി, അതായത് നമ്മുടെ നൈട്രജൻ അബ്സോർബ് ചെയ്തിരിക്കുന്നതിൻ്റെയും അതുപോലെ തന്നെ നൈട്രജൻ ഇൻകോപ്പറേറ്റ് ചെയ്തിരിക്കുന്നതിൻ്റെയും ഒരു റേഷ്യോ ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അതായതാണ് ബയോളജിക്കൽ വാല്യൂ ആണ്. ഓക്കെ, ഓപ്ഷൻ എ ആണ് കറക്റ്റ് വരിക. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ആർ കറക്റ്റ് അബൌട്ട് ഹീമോഫീലിയ. ഹീമോഫീലിയൻ്റെ കേസിൽ ഏതൊക്കെയാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് മാത്രം പഠിച്ചു നോക്കാം. അപ്പോൾ കറക്റ്റായിട്ട് വരുന്നുള്ളത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് വൺ ആണ്. ക്ലാസിക് ഹീമോഫീലിയ ഈസ് കോസ്ഡ് ബൈ ആൻ അബ്നോർമാലിറ്റി ഓർ ഡെഫിഷ്യൻസി ഓഫ് ഫാക്ടർ 8. അപ്പോൾ ക്ലാസിക് ഹീമോഫീലിയ ഉണ്ടാവാനുള്ള കാരണം എന്താണ്? ഫാക്ടർ 8ൻ്റെ ഡെഫിഷ്യൻസി മൂലമാണ്, അല്ലെങ്കിൽ അതിൻ്റെ അബ്നോർമാലിറ്റി മൂലമാണ്. ഫാക്ടർ 8. പിന്നെ പഠിക്കാനുള്ളത് ഹീമോഫീലിയ എ ഈസ് ഓൾസോ കോൾഡ് ആസ് ക്ലാസിക് ഹീമോഫീലിയ. ഓക്കെ, ക്ലാസിക് ഹീമോഫീലിയൻ്റെ മറ്റൊരു പേരാണ് ഹീമോഫീലിയ എ. അപ്പോൾ ഓപ്ഷൻ 2ഉം 4ഉം ആണ് കറക്റ്റ് വരുന്നുള്ളത്. Which one of the following options represents the correct match between cell organelles and their function? അപ്പോൾ സെൽ ഓർഗനലും their ഫംഗ്ഷനും ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അതിനകത്ത് മൈറ്റോകോൺട്രിയൻ്റെ ഫംഗ്ഷൻ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. എന്താണ്? സിന്തസിസ് ഓഫ് പ്രോട്ടീൻസ്. അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ നോക്കാം. സിന്തസിസ് ഓഫ് പ്രോട്ടീൻസ് എന്തിൻ്റെ ഫംഗ്ഷനാണ്? റൈബോസോമിൻ്റെ ഫംഗ്ഷനാണ് അല്ലേ. അപ്പോൾ A3 വരുന്നുള്ള ഓപ്ഷൻസ് ഒന്ന് നോക്കി വെക്കാം. പിന്നെ റിമൂവൽ ഓഫ് എക്സസ് സെക്രീറ്ററി പ്രൊഡക്ട്സ്. എക്സസ് ആയിട്ടുള്ള സെക്രീറ്ററി പ്രൊഡക്ട്സിനെ റിമൂവ് ചെയ്യുന്നുള്ളത് ആരുടെ പരിപാടിയാണ്? ലൈസോസോംസ് ആണ്. സൂയിസൈഡൽ ബാഗ്സ് എന്നൊക്കെ അറിയപ്പെടുന്നതാണ്. പിന്നെ സ്റ്റോറേജ് ആൻഡ് മെറ്റബോളിസം ഓഫ് കാൽഷ്യം. കാൽഷ്യത്തിന് സ്റ്റോർ ചെയ്യുന്നതും അതുപോലെ തന്നെ അതിൻ്റെ മെറ്റബോളിസമായിട്ട് പങ്കെടുക്കുന്നുള്ളത് ആരാണ്? ഇവിടെ നമുക്ക് സ്റ്റോറേജ് ആൻഡ് മെറ്റബോളിസം ആൻഡ് ഇനിഷ്യേഷൻ ഓഫ് അപ്പോപ്റ്റോസിസ് അതുപോലെ ബാക്കിയുള്ളൂ. അതിനകത്ത് ആരായിരുന്നു? സ്റ്റോറേജ് ആൻഡ് മെറ്റബോളിസം ഓഫ് കാൽഷ്യം വരുന്നുള്ളത് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലാണ്. പിന്നെ ഇനിഷ്യേഷൻ ഓഫ് അപ്പോപ്റ്റോസിസ് മൈറ്റോകോൺട്രിയാണ്. ഓക്കെ, അപ്പോൾ ഏത് ഓപ്ഷനാണ് വരിക? ഓപ്ഷൻ സി ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ്, ദ ടേം യൂപ്നോയ് മീൻസ് എന്താണ്? ടേം യൂപ്നോ മീൻസ് റിത്മിക് നോർമൽ ബ്രീത്തിങ് അറ്റ് റെസ്റ്റ്. എന്താണ്? നമ്മൾ റെസ്റ്റിൽ ഉണ്ടാകുമ്പോഴുള്ള ആ ഒരു നോർമൽ ബ്രീത്തിനെയാണ് നമ്മൾ എന്താ പറയുക? യൂപ്നോ എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ്, ഓൾ ഓഫ് ദ ഫോളോയിങ് ആർ ഇമ്പോർട്ടൻറ്റ് ഇലക്ട്രോലൈറ്റ്സ് ഇൻ ദ ബോഡി എക്സെപ്റ്റ്. അപ്പോൾ നമ്മുടെ ബോഡിനകത്ത് സോഡിയം കേട്ടിട്ടുണ്ട്, പൊട്ടാഷ്യം അതുപോലെ തന്നെ കാൽഷ്യം, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇലക്ട്രോലൈറ്റ്സ് ആണ്. പക്ഷേ കാർബൺ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇലക്ട്രോലൈറ്റ് അല്ല. ചൂസ് ദ കറക്റ്റ് മാച്ച്. ഓക്കെ, കറക്റ്റ് മാച്ചാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് പറയാം
നമ്മുടെ ആദ്യം നമുക്ക് നോക്കാം. ഗ്ലൂക്കഗോൺ എന്ന് പറയുന്നത്, ഗ്ലൂക്കഗോൺ ഏതുമായിട്ടായിരിക്കും ബന്ധപ്പെട്ടിട്ടുണ്ടാവുക? പാൻക്രിയാസ് ആണ് അല്ലെ. ഗ്ലൂക്കഗോൺ നമ്മൾ പഠിച്ചിട്ടുണ്ട്, പാൻക്രിയാസ് ആണ്. പിന്നെ ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ, എന്താണ് ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ ഏതിലാണ് വരിക? ഹൈപ്പോതലാമസിലാണ്. ഗ്രോത്ത് ഹോർമോൺ ഏതായിരിക്കും? പിറ്റ്യൂട്ടറി ആണ് അല്ലേ. ഗ്രോത്ത് ഹോർമോൺ വരിക പിറ്റ്യൂട്ടറിൻ്റെ കേസിലല്ലേ ഗ്രോത്ത് ഹോർമോൺ വരിക? അതെ. പിന്നെ കാൽസിറ്റോണിൻ, കാൽസിറ്റോണിൻ ഏതിൻ്റെ കേസിലാണ് വരിക? തൈറോയിഡ്. ഓക്കെ. സോ ഹൈപ്പോതലാമസ് ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ, പിറ്റ്യൂട്ടറി ഗ്രോത്ത് ഹോർമോൺ, പാൻക്രിയാസ് ഗ്ലൂക്കോഗോൺ, തൈറോയിഡ് കാൽസിറ്റോണിൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ആർ കറക്റ്റ്? ഇവിടെ ഏതൊക്കെയാണ് കറക്റ്റ് എന്നാണ്. കറക്റ്റ് ആയിട്ടിരിക്കുന്നത് ദ പ്രോസസ് ഓഫ് ഓവുലേഷൻ ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ റാപ്പിഡ് സെക്രീഷൻ ഓഫ് FSH. അപ്പോൾ ഓപ്ഷൻ സി ആണ്, അതായത് ഓൺലി 3 ആണ്. അപ്പോൾ എന്താണ് പ്രോസസ് ഓഫ്, കറക്റ്റാണ് ചോദിച്ചിരിക്കുന്നത്. പ്രോസസ് ഓഫ് ഓവുലേഷൻ ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ റാപ്പിഡ് സെക്രീഷൻ ഓഫ് FSH. FSH എന്ന് വെച്ചാൽ ഫോളിക്കുലാർ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ഓക്കെ. പിന്നെ ഈ നമ്മുടെ ഡയറ്റീഷ്യൻ്റെ സിലബസിനകത്ത് വരുന്നുള്ള കുറച്ച് ടോപ്പിക്സ് ഓൾറെഡി ഞാൻ എടുത്ത വീഡിയോസിനകത്ത് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഡയറ്റീഷ്യൻ്റെ ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്ത് ഇട്ട് വെക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളിത് സമയം കിട്ടുമ്പോൾ ഒന്ന് കണ്ടു നോക്കുക. ഓക്കെ. ലിപ്സ് ലൂപ്പ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. ലിപ്സ് ലൂപ്പ് എന്ന് പറയുന്നത് എന്തിൻ്റെ എക്സാമ്പിളാണ്? ലിപ്സ് ലൂപ്പ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഓപ്ഷൻ എ ഫസ്റ്റ് ജനറേഷൻ IUD. ഓക്കെ. ലിപ്സ് ലൂപ്പ് എന്തിൻ്റെ എക്സാമ്പിളാണ്? ഫസ്റ്റ് ജനറേഷൻ IUD. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓർ ആർ കറക്റ്റ് അബൌട്ട് സർഫാക്റ്റൻറ്റ്? സർഫാക്റ്റൻറ്റിനെ കുറിച്ച് കറക്റ്റായിരിക്കുന്നത് ഏതെന്നാണ്. അപ്പോൾ ഓപ്ഷൻ 2ഉം 3ഉം ആണ് കറക്റ്റ്. ഓപ്ഷൻ 2 നോക്കുക. സർഫാക്റ്റൻറ്റ് റിഡ്യൂസ് ദ സർഫസ് ടെൻഷൻ ബൈ ഫോമിങ് എ ലെയർ ബിറ്റ്വീൻ ദ ഫ്ലൂയിഡ് ലൈനിങ് ദ ആൽവിയോളൈ ആൻഡ് ആൽവിയോളാർ എയർ. അപ്പോൾ സർഫാക്റ്റൻ്റ് എന്ന് പറയുന്നത് സർഫസ് ടെൻഷൻ റിഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് കറക്റ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. പിന്നെ വരുന്നുള്ളത് സർഫാക്റ്റൻ്റ് ഈസ് റിമൂവ്ഡ് ബൈ PAM. ഈ PAM എന്ന് വെച്ചാൽ പൾമോണറി ആൽവിയോളാർ മാക്രോഫേജസ്. ഓക്കെ. അപ്പോൾ അത് കറക്റ്റാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 30. ചൂസ് ദ കറക്റ്റ് മാച്ച്. അപ്പോൾ ബ്ലഡ് ഗ്രൂപ്പിയും ആൻറ്റിബോഡീസും പ്ലാസ്മനകത്ത് പ്രസൻ്റ് ആയിരിക്കുന്ന ആൻറ്റിബോഡീസും ആണ് ഇവിടെ കറക്റ്റ് വരിക. അപ്പോൾ ഓപ്ഷൻ എനകത്ത് ഫസ്റ്റ് ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്? എനകത്ത് ഏതൊക്കെയാണ് ആൻറ്റിബോഡീസ് പ്രസൻ്റ് ആയിരിക്കുക? ആൻറ്റിബോഡി B ആയിരിക്കും പ്രസൻ്റ് ആയിരിക്കുക. സോ ബ്ലഡ് ഗ്രൂപ്പ് എനകത്ത് ആൻറ്റിബോഡി B ആയിരിക്കും, ബിനകത്ത് ആൻറ്റിബോഡി A ആയിരിക്കും അല്ലേ. ബിനകത്ത് ആൻറ്റിബോഡി A ആയിരിക്കും. പിന്നെ AB-നകത്ത് ഏതൊക്കെ വരും? AB-നകത്ത് ഒന്നും ഉണ്ടാവില്ല അല്ലേ. ആൻറ്റിബോഡി Aയും ഉണ്ടാവില്ല, ആൻറ്റിബോഡി Bയും ഉണ്ടാവില്ല. ഓനകത്താണെങ്കിൽ രണ്ടും ഉണ്ടാവും. ബോത്ത് ആൻറ്റിബോഡി Aയും ഉണ്ടാവും, ആൻറ്റിബോഡി Bയും ഉണ്ടാവും. അങ്ങനെയാണ് വരിക. എമൽസിഫിക്കേഷൻ ഓഫ് ഫാറ്റ് ഈസ് ക്യാരിഡ് ഔട്ട് ബൈ വിച്ച് ഓഫ് ദ ഫോളോയിങ്? എമൽസിഫിക്കേഷൻ ഓഫ് ഫാറ്റ് ക്യാരി ഔട്ട് ചെയ്യുന്നുള്ളത് ആരാണ്? ബൈൽ സാൾട്സ് ആണ്. ലിപ്പിഡ്സിൻ്റെ ഒക്കെ ഡൈജഷൻ്റെ സമയത്ത് അത് പറയുന്നുണ്ട് അല്ലേ. ബൈൽ സാൾട്സ് ആണ്. വൊമിറ്റ് സെൻറ്റർ ഈസ് ലൊക്കേറ്റഡ് ഇൻ, അതെവിടെയാണ് വരിക? മെഡുല്ല ഒബ്ലാങ്കറ്റിൻ്റെ കേസിലാണ് വൊമിറ്റ് സെൻറ്റർ വരുന്നുള്ളത്. നെക്സ്റ്റ്, ഇഞ്ചക്ഷൻ ഓഫ് പെർഫോംഡ് ആൻറ്റിബോഡീസ് ഇൻ ടു ദ ബോഡി പ്രൊവൈഡ്സ് വിച്ച് ഓഫ് ദ ഫോളോവിങ് ഇമ്മ്യൂണിറ്റി? അപ്പോൾ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള പാസീവ് ഇമ്മ്യൂണിറ്റി ആണ് ഏത്? ഇഞ്ചക്ഷൻ ഓഫ് പെർഫോംഡ് ആൻറ്റിബോഡീസിലൂടെ നമുക്ക് കിട്ടുന്നുള്ളത്. അപ്പോൾ നമ്മളെ ബോഡീനോട്ട് പെർഫോംഡ് ആൻറ്റിബോഡീസ് ഇഞ്ചക്ഷൻ വഴി കിട്ടുന്നത് ഏതാണ്? ആർട്ടിഫിഷ്യൽ പാസീവ് ഇമ്മ്യൂണിറ്റി ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് ഓർ ആർ കറക്റ്റ്? ഇതിനകത്ത് റൈറ്റ് ഏട്രിയം റിസീവ്സ് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് വയ സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ വീന കാവ. അത് കറക്റ്റാണ്. അപ്പോൾ ബ്ലഡ് സർക്കുലേഷൻ്റെ ഒരു വീഡിയോ ഉണ്ട്, അത് ഞാൻ എന്തായാലും നാളെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അത് നിങ്ങളത് കണ്ടു നോക്കണേ. റൈറ്റ് ഏട്രിയം റിസീവ്സ് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് വയ സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ വീന കാവ. പിന്നെ കറക്റ്റായിട്ട് വരാം തേർഡ് ഓപ്ഷനാണ് പൾമോണറി ആർട്ടറി ക്യാരീസ് ദ ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ഫ്രം റൈറ്റ് വെൻട്രിക്കിൾ ടു ലങ്സ്. അപ്പോൾ പൾമോണറി ആർട്ടറി എന്താണ്? ഡീഓക്സിജനേറ്റഡ് ബ്ലഡിനെ റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് ലങ്സിലോട്ട് കൊണ്ടുപോകുന്നു. അതുപോലെ തന്നെ റൈറ്റ് ഏട്രിയം എന്താണ്? സുപ്പീരിയർ, അതുപോലെ തന്നെ ഇൻഫീരിയർ വീനക്കാവയിൽ നിന്ന് ഡീഓക്സിജനേറ്റഡ് ബ്ലഡിനെ റിസീവ് ചെയ്യുന്നു. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹോർമോൺ ഈസ് നോട്ട് സെക്രീറ്റഡ് ബൈ കിഡ്നി? കിഡ്നീനകത്ത് എന്താണ് സെക്രീറ്റ് ചെയ്യുന്നുള്ള മെയിനായിട്ടുള്ള ഒരു ഹോർമോണാണ് റെനിൻ, പിന്നെ എരിത്രോപോയറ്റിൻ, അതുപോലെ തന്നെ ത്രോംബോപോയറ്റിൻ. പിന്നെ ആരില്ല? എരിത്രോമൈസിൻ അവിടെ സെക്രീറ്റ് ചെയ്യുന്നില്ല. ഓക്കെ. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഗ്ലിയാൽ സെൽ? ഏതാണ്? മൈക്രോഗ്ലിയ, ആസ്ട്രോസൈറ്റ്സ്, ഒളിഗോഡെൻഡ്രോഗ്ലിയോസൈറ്റ്സ്, ഇതൊക്കെ എന്ത് വരും? ഒരു ഗ്ലിയാൽ സെല്ലായിട്ട് വരും. ആര് വരില്ല? എൻഡോന്യൂറിയം വരില്ല. അപ്പോൾ ഓപ്ഷൻ ഡി ആണ്. വീക്ക്, ഇറഗുലർ, ഷോർട്ട് ആൻഡ് യൂഷ്വലി പെയിൻലെസ് യൂട്രിൻ കോൺട്രാക്ഷൻസ് ദാറ്റ് സ്റ്റാർട്ട്സ് ആഫ്റ്റർ 6 weeks ഓഫ് പ്രഗ്നൻസി ആർ റെഫേർഡ് ടു ആസ് എന്താണ്? ബ്രാക്സ്റ്റൺ ഹിക്സ് കോൺട്രാക്ഷൻസ് ആണ്.
എന്താണ് വീക്കായിട്ടുള്ള ഇറഗുലർ ഷോർട്ട് ആൻഡ് യൂഷ്വലി പെയിൻലെസ് കോൺട്രാക്ഷൻസ് ആണ്. എപ്പോഴാണ്? ആഫ്റ്റർ 6 വീക്സ് ഓഫ് പ്രഗ്നൻസി. അതിനാണ് നമ്മൾ ബ്രാക്സ്റ്റൺ ഹിക്സ് കോൺട്രാക്ഷൻ എന്ന് പറയാം. HIV ഈസ് എ റിട്രോവൈറസ് ദാറ്റ് ബൈൻഡ്സ് ടു ഏതാണ്? CD4 പ്രോട്ടീനാണ്. HIV എന്താണ്? ഒരു റിട്രോവൈറസ് ആണ്. അതൊക്കെ നമുക്ക് ചിലപ്പോൾ റിട്രോവൈറസ് അതുപോലെ തന്നെ പഠിച്ചു വെക്കാം. ചിലപ്പോൾ വേറെ ഓപ്ഷൻ വരുമ്പോൾ നമുക്കത് മാറിപ്പോകാറുണ്ട്. അപ്പോൾ റിട്രോവൈറസ് ആണ്, CD4 പ്രോട്ടീനാണ്. The hard sound that occur due to the closure of semilunar valves and makes the onset of ventricular diastole is second heart sound ആണ്. ഓക്കെ, സെക്കൻഡ് ഹാർട്ട് സൗണ്ട് ആണ് എന്ത്? The heart sound that occur due to the closure of semilunar valves and marks the onset of ventricular diastole. Choose the correct combination of the cells in the islets and the hormones secreted by them. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ഡി മാത്രം നോക്കുക. A cells glucagon, okay, cells glucagon, B cells insulin, C cells somatostatin, F cells pancreatic polypeptide. Okay, അപ്പോൾ അത് മാത്രം പഠിച്ചു വെക്കുക. നെക്സ്റ്റ്, ദ പ്രിൻസിപ്പൽ മൈക്രോ ഓർഗാനിസം ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് യോഗേർട്ട്. യോഗേർട്ടിനകത്ത് 2 മൈക്രോ ഓർഗാനിസമാണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? സ്ട്രെപ്റ്റോകോക്കസ് തെർമോഫിലസും ലാക്ടോബാസിലസ് ബൾഗാരിക്കസും 1:1 റേഷ്യോയിലാണ്. FSOന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ കൂടിയാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓർഗാനിസം ഹാസ് എ ഹൈ വൈറ്റമിൻ കണ്ടൻറ്റ്? ഏതിനകത്താണ്? ഈസ്റ്റിനകത്ത്. ഇപ്പോൾ നമ്മൾ ആൽഗെ, മോൾഡ്, പ്രോട്ടോസോവ, ഈസ്റ്റ് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ വൈറ്റമിൻ കണ്ടൻറ്റ് ഉള്ളത് ഈസ്റ്റിൻ്റെ കേസിലാണ്. വിച്ച് among the following organisms cause food intoxication? ഇപ്പോൾ ഇതിനകത്ത് സ്റ്റെഫൈലോകോക്കസ് ഏരിയസ് ഉണ്ട്, അതുപോലെ തന്നെ കാമ്പൈലോബാക്ടർ, ബാസിലസ് സീരീസ്, ഈക്കോളൈ. ഇതിനകത്ത് ഓപ്ഷൻ സി ആണ് കറക്റ്റ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ബാസിലസ് സീരീസ് ഫുഡ് ഇൻടോക്സിക്കേഷൻ ആണ്. നെക്സ്റ്റ്, ദ ടെമ്പറേച്ചർ ദാറ്റ് അലൗസ് ദ റാപ്പിഡ് ഗ്രോത്ത് ഓഫ് മോസ്റ്റ് മൈക്രോഓർഗാനിസം ഡ്യൂറിങ് എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം ഈസ് ഇൻഡിക്കേറ്റഡ് ആസ് ഇറ്റ്സ് എന്താണ്? ദ ടെമ്പറേച്ചർ ദാറ്റ് അലൗസ് ദ മോസ്റ്റ് റാപ്പിഡ് ഗ്രോത്ത്. മോസ്റ്റ് റാപ്പിഡ് ഗ്രോത്ത് എപ്പോഴാണ് നടക്കുക? അതിൻ്റെ ഒപ്റ്റിമം ടെമ്പറേച്ചറിൽ, അല്ലെ ഓരോ മൈക്രോ ഓർഗാനിസത്തിനും അതിൻ്റെ ഒപ്റ്റിമം ടെമ്പറേച്ചർ ഉണ്ടാവും. ആ ഒപ്റ്റിമം ടെമ്പറേച്ചർ വെച്ചിട്ടാണ് അതിൻ്റെ റാപ്പിഡ് ഗ്രോത്ത് നടക്കുന്നത്. നെക്സ്റ്റ്, എ പെപ്റ്റിഡോഗ്ലൈക്കൻ ലെയർ ഈസ് ഫൗണ്ട് ഇൻ. അപ്പോൾ പെപ്റ്റിഡോഗ്ലൈക്കൻ ലെയർ നമ്മൾ എവിടെയാണ് കാണുക? ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയൻ്റെ അകത്താണ്. ഓക്കെ, ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയനകത്താണ് എന്താണ്? പെപ്റ്റിഡോഗ്ലൈക്കൻ ലെയർ ഉണ്ടാകുന്നുള്ളത്. സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ വിച്ച് ഫേസ് ഓഫ് ദ ബാക്ടീരിയൽ ഗ്രോത്ത്? അപ്പോൾ സ്റ്റേഷനറി ഫേസിലാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഈ പറഞ്ഞിരിക്കുന്ന സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബാക്ടീരിയൽ ഗ്രോത്ത് കർവ് കറക്റ്റ് പഠിച്ചു വെക്കുക കേട്ടോ. ലാഗ് ഫേസ്, ലോഗ് ഫേസ്, സ്റ്റേഷനറി ഫേസ്, ഡിക്ലൈൻ ഫേസ്. ഓരോ സ്റ്റേജിൻ്റെയും ഇമ്പോർട്ടൻസ് കൂടി പഠിച്ചു വെക്കുക. അത് നമ്മൾ FSOൻ്റെ വീഡിയോനകത്ത് ചെയ്തിട്ടുണ്ട്. ഞാൻ ഡയറ്റീഷ്യൻ്റെ വീഡിയോനകത്ത് പ്ലേലിസ്റ്റിനകത്ത് ആഡ് ചെയ്ത് തരാം. ദ പ്രോസസ് ഓഫ് കില്ലിംഗ് മൈക്രോ ഓർഗാനിസം എലോങ് വിത്ത് ദെയർ സ്പോർസ്. അപ്പോൾ എലോങ് വിത്ത് സ്പോർട്സിനെയും കൂടി ചെയ്യുന്നതിനാണ് നമ്മൾ സ്റ്റെറിലൈസേഷൻ എന്ന് പറയാം. അപ്പോൾ ഡിസിൻഫെക്ഷൻ, ആൻറ്റിസെപ്സിസ്, സാനിറ്റൈസേഷൻ, സ്റ്റെറിലൈസേഷൻ, ഇതൊക്കെ എന്താണെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കി വെച്ചിട്ട് പോകാം കേട്ടോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ്റ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ പ്രൊഡ്യൂസിങ് മൈക്രോബിയൽ പ്രോട്ടീൻ? മൈക്രോബിയൽ പ്രോട്ടീൻ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നുള്ള ഈസ്റ്റാണ് കാൻഡിഡ യൂട്ടിലിസ്. എന്താണ്? കാൻഡിഡ യൂട്ടിലിസ്. ഓക്കെ, നെക്സ്റ്റ്, വിച്ച് among the following shows the maximum resistance to physical and chemical agents? ബാക്ടീരിയൽ സ്പോർസ് ആണ് ഏറ്റവും കൂടുതൽ റെസിസ്റ്റൻസ് കാണിക്കുന്നത്. ഓക്കെ, ഫിസിക്കൽ ഏജൻസ് ആയാലും കെമിക്കൽ ഏജൻസ് ആയാലും മാക്സിമം റെസിസ്റ്റൻസ് കാണിക്കുന്നുള്ളത് ബാക്ടീരിയൽ സ്പോർസ് ആണ്. ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ലീവനിങ് ഓഫ് ഡോ ഈസ് ഡ്യൂ ടു ദ പ്രൊഡക്ഷൻ ഓഫ് വിച്ച് ഓഫ് ദീസ് ഗ്യാസസ്? ഏത് ഗ്യാസിൻ്റെ പ്രൊഡക്ഷനാണ്? അറിയാവുന്നതാണ്, കാർബൺ ഡൈ ഓക്സൈഡ്. സോ ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഇന്നത്തെ വീഡിയോനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നാളെ ചെയ്യാം കേട്ടോ. സോ താങ്ക് യു.